The role of civilian first responders, especially the untrained civilian first responders, has always been a topic of discussion in many of the disaster management. But here in this Wayanad incident, we have seen these untrained civilian first responders doing the maximum, doing their best to support the government and non-government organizations in search and rescue. It's always better to look into their mindset on what exactly have made them do this wonderful job. നിസാമുദ്ദീൻ ജിബി നമ്മുടെ ബിലീവേഴ്സ് വയനാട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിൻ്റെ കൂടെ വന്ന നമ്മുടെ കൗൺസിലറായിരുന്ന നിസാമുദ്ദീനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന ജിബിയും നമുക്ക് വഴിയൊരുക്കാനുള്ള ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യാനാണ് നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കൂടെ വന്നത് ടീമിൽ. എന്നാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് പേഷ്യൻ്റ് കെയറിൻ്റെ അകത്തോട്ട് ഇറങ്ങി പ്രവർത്തിച്ച് ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചു. എങ്ങനെയാണ് നിങ്ങളിതിലോട്ട് വന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. വയനാട് ദുരന്തമുണ്ടായി 24 മണിക്കൂറിന് അകത്ത് തന്നെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് ഒരു സപ്പോർട്ടിങ് എന്ന രീതിയിൽ നമ്മളവിടെ എത്തപ്പെട്ടതാണ്. നമ്മളവിടെ ചെന്നിട്ട് നമുക്കുള്ള അസൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ ഹെൽത്ത് സെൻറ്റർ മേപ്പാടിയിൽ നിൽക്കുന്ന സമയത്താണ് നല്ല മഴയാണ്. ആ മഴ ഉണ്ടാകുമ്പോൾ ഈ ഭക്ഷണം വരികയും ഈ വരുന്ന ബോഡികൾ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്ന് വരുന്ന ബോഡികൾ വാഷ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ വാഷ് ചെയ്യുന്ന ആളുകൾക്ക് ഫുഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഫുഡ് കൊടുക്കാൻ ആളുകളില്ല. അപ്പോൾ അങ്ങനെ ഞാനും ജിബിയും കൂടെ ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടി അകത്ത് ചെല്ലുകയും അപ്പോൾ അവർ പറഞ്ഞു ഫുഡ് കഴിക്കാൻ സമയമില്ല, കാരണം ബോഡികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ ഫുഡ് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മറ്റാരെങ്കിലും ഈ ബോഡി വാഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറേണ്ടതുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തൽക്കാലം ഇത് ചെയ്യാം, നിങ്ങൾ ഭക്ഷണം കഴിക്കും. ശരിക്കും നമ്മൾ ഒരു ക്ലിനിക്കൽ ഭാഗമായിട്ട് പോയ ആളുകൾ നമ്മൾ ശരിക്കും ഒരു റെസ്ക്യൂവിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള മാനസികാവസ്ഥ അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഈ വരുന്ന ബോഡികളുടെ അവസ്ഥ നമ്മൾ കാണുമ്പോൾ, അത് വാഷ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മളിങ്ങനെ ഒരു വോളണ്ടിയറായിട്ട് യൂണിഫോം ഇട്ട് അവിടെ നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുകയും ഞങ്ങൾ ആ ബോഡി വാഷ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. കാര്യം ബോഡി തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയാണ്, കാര്യം മണ്ണിൽ നിന്ന് വരുന്ന ബോഡികളാണല്ലോ. അങ്ങനെയാണ് ശരിക്കും അവിടുത്തെ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് ഇനി നമ്മൾ വെറുതെ ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ എന്താണ് ദുരന്തമുഖത്തേക്ക് പോകാൻ തീരുമാനിക്കുകയും ഞങ്ങൾ അവിടുന്ന് ഈ ബോഡി വാഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ ഈ ചൂരൽമലയിലേക്കും മുണ്ടക്കൈ ഭാഗത്തേക്കും തിരിക്കുകയാണ് ഉണ്ടായത്. ജിബിൻ അതുപോലത്തെ അനുഭവം തന്നെയാണോ ജിബിൻ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയാണോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഇതിൻ്റെ അകത്ത് ഈ ബോഡി റിസീവ് ചെയ്ത് വാഷ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഇവരുടെ ആൾക്കാരെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പൊതുദർശനം എന്നുള്ള രീതിക്ക് കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. ഈ സമയത്ത് ഓരോ ബോഡികൾ കൊണ്ടുവയ്ക്കുമ്പോഴും അവിടെ നിൽക്കുന്ന ആൾക്കാരുകൾ മുഴുവൻ ഓടിക്കൂടുന്നൊരവസ്ഥ. എൻ്റെയാണോ, എൻ്റെ സഹോദരനാണോ, എൻ്റെ അപ്പനാണോ, എൻ്റെ അമ്മയാണോ എന്നുള്ള ചോദ്യം. ഈ സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു ലേഡി എന്നൊരു 17 വയസ്സും പ്രായം തോന്നിക്കുന്ന ഒരു മൃതശരീരം കിട്ടി. അതിൻ്റെ ആളും ഐഡൻറ്റിഫൈ ചെയ്യാൻ വരാതിരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കണ്ടൊരു ലോക്കറ്റിനകത്ത് കണ്ടൊരു പേര് അവിടെ ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം ആ കൊച്ചിൻ്റെ ഒരു സഹോദരൻ വന്നിട്ട് എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് അതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരു രംഗം കണ്ടപ്പോൾ, ഈ ആൾക്കാരുടെ ഓട്ടവും എല്ലാം കണ്ടപ്പോൾ നമ്മളുടെ പ്രാതിനിധ്യം ഇവിടെ അല്ല വേണ്ടത്, ഞങ്ങളുടെ പ്രാതിനിധ്യം ഇവരുടെ കാണാതായവരെ തേടിയെടുത്ത് കൊടുക്കുക എന്നുള്ളതാണെന്നുള്ള തിരിച്ചറിവിലാണ് ഞങ്ങൾ ഈ മുണ്ടകൈ ചൂരൽമല ഭാഗത്തേക്ക് അന്നേ ദിവസം പോകുന്നത്. അതിനുശേഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ എല്ലാ സേനാ വിഭാഗങ്ങളുടെയും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഈ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെയും സംഘങ്ങളോടൊപ്പം അന്ന് ചേരുകയും 4:30-5 മണി സമയമായിട്ടും ഉച്ചഭക്ഷണം പോലും കഴിക്കാൻ കിട്ടാതിരുന്നൊരവസ്ഥ. അതിനുശേഷം അവർക്ക് സപ്പോർട്ടിങ്ങിന് ആളില്ലാതെ വന്നപ്പോൾ ഞങ്ങളോട് കൂടെ കൂടാൻ ആവശ്യപ്പെടുകയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഈറോഡ് റേഞ്ചിൽ നിന്ന് വന്ന ഫയർഫോഴ്സിൻ്റെ കൂടെയാണ് ഞങ്ങൾ ആദ്യ ദിവസം വർക്ക് ചെയ്തത്. അന്നേ ദിവസം അവിടെ നിന്ന് 2 മൃതശരീരങ്ങൾ തേടിയെടുത്ത് താഴെ എത്തിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു ആത്മസംതൃപ്തി, ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു പരമാർത്ഥം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അന്ന് ചൂരൽമല ഭാഗത്ത് നിന്ന് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും യാതൊരു വിധത്തിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷറോ ഒരു രോഗിയെ കണ്ടോ പരിചയമില്ലാത്ത, നിങ്ങൾ മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരുപാട് പേര് അങ്ങനെ യാതൊരു ബന്ധവും ഇല്ലാത്ത രോഗികളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകൾ
അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരു ചെറിയ കാര്യമല്ല, അത് വളരെ വളരെ വലിയ കാര്യം തന്നെയാണ്. നമ്മൾക്ക് ഇത്രയെങ്കിലും സംവിധാനമുണ്ട്. അവിടെ നിൽക്കുന്ന ആളുകൾക്ക്, ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, ഒരു സംവിധാനവുമില്ല. അപ്പോൾ അവരോട് ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വെള്ളം കുടിച്ചാൽ എന്ത് ചെയ്യും, ഞാൻ ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട്, കാര്യം അതുകൊണ്ട് ഞങ്ങളാരും വെള്ളം കുടിക്കാത്ത അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നമുക്ക് യാഥാർത്ഥ്യമാണ്. നമ്മളിതിൻ്റെ ഒരു സ്മെല്ല് ഇതൊക്കെ അടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ എന്ത് ചെയ്യും, നമ്മളത് വൊമിറ്റ് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അപ്പം നമ്മളവിടെ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു മനുഷ്യനില്ല. അവിടെ പ്രശ്നം അതാണ്, ആ നാട്ടുകാരായ ഒരാളുകൾ പോലും അവിടെയില്ല. ഇതെല്ലാവരും ക്യാമ്പിലാണ്. അവിടെ തിരയുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഈ വോളണ്ടിയേഴ്സ്, ഈ JCB, ഈ ഹിറ്റാച്ചി എന്ത് ചെയ്യും, നമ്മളിങ്ങനെ സെർച്ച് ചെയ്യും. അവർ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്താൽ എന്ത് ചെയ്യും, അവർ സെർച്ചിങ് അത് നിർത്തും. അവിടെ എന്ത് ചെയ്യണം, ഈ സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങിയിട്ട് ഈ ബോഡി അവിടുന്ന് എടുക്കും. കാരണം അത് കൂടുതൽ ബോഡി മോശമാവാൻ നമ്മൾ ഈ പല ബോഡികളും ഈ പാറ വന്ന് ഇടിച്ചിട്ടാണ് ഈ പാർട്സായി പോയിട്ടുള്ളത്. പിന്നെ JCBയുടെ കൈക്ക് നമ്മൾ കോരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയും ബോഡികൾ പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ അവർ ആദ്യമൊക്കെ എന്തെങ്കിലും ഇത് സൂചന കണ്ടാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. എന്നിട്ടാണ് നമ്മൾ ഈ ബോഡി അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ബോഡി കൊണ്ട് നേരെ ചൂരൽമല ജുമാ മസ്ജിദ് ഉണ്ട്, അവിടെ നിന്നാണ് മിനി ആംബുലൻസ് ഉള്ളത്. ആ ആംബുലൻസിൽ നിന്ന് 13 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഹെൽത്ത് സെൻ്ററിലാണ് ഈ ബോഡി കൊണ്ട് വാഷ് ചെയ്യുന്നതും അവിടെ നമ്മൾ ആളുകളെ ഇത് ബന്ധുക്കൾ തിരിച്ചറിയാൻ വേണ്ടി വെക്കണതും. അതൊരു നമ്മൾ പറഞ്ഞത് നമ്മളതിലേക്ക് എത്തപ്പെട്ടെന്ന് തന്നെ എടുത്തറിയപ്പെട്ടെന്ന് പറയുന്നില്ലേ, അവിടെയാണ്. കാര്യം നമ്മൾ ചെയ്തത് വലിയ കാര്യം ഒരിക്കലും പറയുന്നില്ല. അതെ, തീർച്ചയായും. കാരണം നമ്മളത് അത്രയെങ്കിലും ചെയ്തില്ല എങ്കിൽ നമ്മളൊന്നും ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു അനുഭവം കൂടി പറഞ്ഞില്ലായിരുന്നു, ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് 2 അമ്മമാർ അവകാശം. അതെ, ഞങ്ങൾ ഹെൽത്ത് സെൻ്ററിൽ തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നതിന് ശേഷം പെട്ടെന്നൊരു കോള് വരികയാണ്. കാര്യം പോത്തുകല്ല് ഭാഗത്ത് നിന്ന് 22 ബോഡികൾ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൊണ്ടുവന്ന ജിബിയുടെ ഒരു ബന്ധു, 2 ആളുകൾ, മറിയാമയെന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും, ഈ 2 ആളുകളിൽ അവിടെ നിന്ന് മിസ്സായ ആളുകളാണ്. അവരെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇവരുടെ ബോഡി പോത്തുകല്ല് ഭാഗത്തേക്ക് പോയാലൊരു ബോഡി ഉണ്ട് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോഡി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ 22 ആംബുലൻസിൽ ഈ ബോഡി കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത്, നമ്മുടെ ആംബുലൻസിൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് ഒരു കുടുംബം ഭയങ്കരമായി കരയുകയാണ്. അപ്പം ഞാൻ പതിയെ പോയിട്ട് ഈ ഒരാളോട് ചോദിച്ച് ആരാണ്. അപ്പം എൻ്റെ പെങ്ങളാണ്. പിന്നെ പെങ്ങളുടെ മകളുടെ ഒരു കുഞ്ഞാണ്, 1 വയസ്സേ ഉള്ളൂ, അതിൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ പോകാൻ ബുദ്ധിമുട്ട്, മാസ്ക് ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ കയ്യിൽ മാസ്ക് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും അദ്ദേഹത്തിന് ചോദിച്ചു എന്താണ് ഇത്രയും പ്രശ്നം. പറഞ്ഞു ആ ബോഡിക്ക് വേണ്ടി 2 ആളുകൾ ഒരുപോലെ ക്ലെയിം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിന് വേണ്ടി 20 വയസ്സ് 2 അമ്മമാരുടെ പ്രായം 20 വയസ്സിൽ അത്രയേ ഉള്ളൂ. ഈ 2 പേർക്ക് സംശയം അവരുടെയാണെന്നാണ്. അപ്പം ഞാൻ വളരെ ശാന്തമായിട്ട് എന്ത് ചെയ്തു, ഈ ആങ്ങളോട് സംസാരിച്ച് നിങ്ങളത് ഒന്ന് ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്തു, ഇവരത് ഞങ്ങളങ്ങോട്ട് പോകുന്നില്ല, ഞങ്ങളുടെയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ക്ലെയിം ചെയ്യുന്നില്ല, DNA വേണമല്ലോ, ഞങ്ങളുടെ ആളൊന്നും പോകുന്നില്ല എന്ന് എന്ത് ചെയ്തു വളരെ ശാന്തമായിട്ട്. എന്നിട്ട് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു മോള് ദൈവത്തിൻ്റെ തീരുമാനമാണ് എന്ന്. പക്ഷെ അവരെന്ത് ചെയ്തു, അത് മനസ്സിലാക്കി കേട്ടോ. അവർ ആ സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്തിട്ട് അവരെന്ത് ചെയ്തു. അതൊരു അനുഭവമാണ്. കാരണം ഞാൻ പറഞ്ഞത് ആ കുട്ടി മാതാവിനൊരു 19 വയസ്സല്ല 20 വയസ്സാണ് മാക്സിമം ഉള്ളത്. നമ്മൾ ഒരിക്കലും നമ്മളപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ജിബി, നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ കൂടെ വന്ന ആളുകൾ എന്ത് ചെയ്യണം, ഈ ഒരു റൂമിൽ കയറ്റിയിട്ട് ഈ 200 മയ്യത്തുകൾ അല്ലെങ്കിൽ ബോഡികളൊന്ന് കാണിക്കണം. അപ്പം അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. കാര്യം ഓരോ ബോഡി വരുമ്പോഴും ഈ 100-200 ആളുകൾ ഇങ്ങനെ ഓടി വരും. ഞങ്ങളുടെയാണോ, ഞങ്ങളുടെ ബന്ധുക്കളാണോ, അതൊരു നമുക്കൊരിക്കലും കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ബോഡി നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസാക്ഷി ഭയങ്കരമായ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് ഒരു അവസ്ഥ എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും വാക്കുകളിലൂടെ പറയാനോ അല്ലെങ്കിൽ വിവരിക്കാനോ ഒന്നും പറ്റുന്നതിന് അപ്പുറത്താണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. ഈ 22 മൃതശരീരങ്ങൾ വന്നെന്ന് പറയുന്നതിൻ്റെ അകത്ത് 2 ബോഡി ഫുൾ പാർട്സ് മാത്രമായിരുന്നു. 6 കുഞ്ഞുങ്ങളുടെ ബോഡി അതിൻ്റെ അകത്ത് വന്നത്. ബാലൻസ് ഉള്ളതേ ഉള്ളൂ വലിയ ആൾക്കാരുടെ. ഈ വന്ന ശരീരത്തിലെല്ലാം പുഴുവരിച്ച് വന്നൊരു ശരീരങ്ങളായിരുന്നു. ഈ ശരീരങ്ങളാണ് അവരുടെ ബന്ധുക്കാർ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. നാറ്റം വമിക്കുന്ന അവസ്ഥയിൽ ആ വീട്ടുകാർക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റത്തില്ല. പക്ഷേ അവരവരുടെ സ്വന്തം
സഹോദരനോ സഹോദരിയോ അച്ഛനോ അമ്മയോ ആണെന്ന് തിരഞ്ഞു വരുന്ന അവരുടെ ആ നിസ്സഹായാവസ്ഥ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. ഇല്ല, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാറേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊന്നുമല്ല ഈ വരുന്ന 22 ബോഡികളും നന്നായിട്ട് പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് പരിചയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കാൻ വേണ്ടി ആ ക്ലാസ് റൂമിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അത് അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സല്യൂട്ട് ചെയ്യേണ്ടത്. അവരെ നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അവർ ചെയ്യുന്ന ഒരു ജോബ് എന്ന് പറഞ്ഞാൽ, അതായത് ആ ഒരു മരിച്ച ആ ശരീരത്തോടുകൂടി അവർ കൊടുക്കുന്ന റെസ്പെക്ട്, ഏറ്റവും ആദരവ്, ഏറ്റവും ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അത് സാഹചര്യവും സമ്മർദ്ദവും വെച്ചിട്ടും ആ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. ആ മരിച്ച ബോഡിയോട് പോലും കെയർടേക്കേഴ്സ് കൊടുത്ത നമ്മൾ ആ വയനാട്ടിൽ നമ്മൾ കണ്ട ആ ദുരന്തമുഖത്ത് കണ്ട ഏറ്റവും വലിയൊരു സന്ദേശമാണ്. എത്രമാത്രം റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം റെസ്പെക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ മുഴുവൻ മൃതശരീരങ്ങളോടും അവിടുത്തെ ജനങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കേണ്ടത് പരിക്കുകൾ കിട്ടുന്ന ആളുകൾ വളരെ കുറവാണ്. കാര്യം വരുന്നത് മുഴുവൻ ജീവനില്ലാത്ത ആളുകളും. പിന്നെ നമുക്കവിടെ ഏറ്റവും വേണ്ടത് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്തും ഇപ്പോഴും അവിടെ സെർച്ചിങ് നടക്കുകയാണ് കിട്ടാനുള്ള ബോഡികൾക്ക് വേണ്ടി. അവിടെ ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കലിനെക്കാട്ട് കൂടുതൽ നല്ല മനസ്സുള്ള അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരാണ് ആവശ്യം. കാര്യം ആ സാഹചര്യത്തിൽ അവിടെ തിരയാനും ആ ചെറുകളിൽ ഇറങ്ങിയിട്ട് തപ്പാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും പറ്റുന്ന അതിൽ നമുക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. കാര്യം ക്ലിനിക്കലല്ലാഞ്ഞിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നന്നായി സ്വാഗതം സാധിച്ചതിൽ അത് നമുക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്. ദൈവം നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു അവസരമാണ്. അത് നമ്മൾ എന്ത് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ ദുഷ്കരമായ സാഹചര്യങ്ങളുമായിരുന്നു അല്ലേ, കനത്ത മഴയും ചെളിയും. പിന്നെ അതിനേക്കാൾ വലിയ ഒരു അനുഭവം നമുക്കുള്ളത്, നമ്മൾ 4 പേരെ റെസ്ക്യൂ ചെയ്തെടുത്തിട്ടുണ്ട്. അത് വലിയൊരു സംഗതിയാണ്. കാര്യം ജിബിയോടാണ് ഒരു കുട്ടി വന്ന് പറയണത്, എൻ്റെ ഒരു 4 റിലേറ്റീവ്സ് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പം നമുക്ക് ഇൻഫോർമേഷൻ വേഗമാണ് എന്ത് ചെയ്യും. അപ്പം ഞാൻ ജിബിയോട് ചോദിക്കണം, ജിബി ഇനിയും അത് സത്യമായിരിക്കുമോ? അപ്പം നമ്മളത് എന്താണ് നമുക്ക് നടക്കാം. ഞങ്ങൾ 9 കിലോമീറ്റർ ഈ ചൂരൽമലയിൽ നിന്ന് മുകളിലേക്ക് നടന്നിട്ടാണ് ഞങ്ങൾ അവിടെ പോണത്. അവിടെ പോയപ്പോൾ സത്യമാണ് ഈ 4 ആളുകൾ അവിടെ ഉണ്ട്. അവർ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, പക്ഷെ അവരെ നമ്മൾ ഒറ്റപ്പെട്ടു പോയ ആളുകളാണ്. അവരൊരു കുഞ്ഞിൻ്റെ കാലിന് ജന്മന കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. അവർക്ക് ആ ഒരു കുഞ്ഞിനെ കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അവർ ഒറ്റപ്പെട്ടു പോയി, അവർക്ക് മറുകര എത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവരവിടെ സ്റ്റേ ആയിപ്പോയത്. നിസാമുദ്ദീൻ ജിബി, മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെല്ലാവരും ഇൻവോൾവ് ആയ ആ ഒരു റെസ്ക്യൂയെ പറ്റിയാണ്. ഏകദേശം 2 മലകൾ, ചൂരൽമല, അട്ടമല, രണ്ടും താണ്ടി ഏകദേശം 8 കിലോമീറ്ററോളം ഒരു ജീവനെ എടുത്തുകൊണ്ട് നമ്മൾ പോന്നു. ഒരുപാട് പ്രതികൂല കാലാവസ്ഥകൾ, പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് വളരെ കുറവായിരുന്നു. ഹെൽത്ത് മിനിസ്റ്റർ ഒരു എയർലിഫ്റ്റിന് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. എന്നിട്ട് കൂടി ഫിസിക്കൽ ഫിറ്റ്നസ്, നമുക്ക് അത്രയും ഒരു സ്ട്രോങ് അല്ലാത്ത ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള നമ്മൾ ഒട്ടും ഗിയർഡ് അല്ലാത്ത എക്യുപ്മെൻസുമായി നമ്മൾ 8 കിലോമീറ്റർ ഈ ഒരു ലൈഫിനെയും കൊണ്ട് സേവ് ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിച്ചു എന്നെനിക്കിപ്പോഴും അറിയില്ല. എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ട്രൈബലിൽ ആണ് നമ്മൾ സാറ് പറഞ്ഞ റെസ്ക്യൂവിന് പോണത്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ 2 കിലോമീറ്ററാണ് മാക്സിമം പ്രതീക്ഷിക്കുന്നത്. നല്ല വഴി ഉണ്ടാവും, പാലമില്ല. നമ്മൾ പോകുമ്പോൾ ബെയിലി പാലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പടെ ചെറിയൊരു ബ്രിഡ്ജിലൂടെ നമ്മൾ കയറി പോകുന്നത്. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ KSRTC ബസ് പോയി സ്റ്റക്കായ സ്ഥലം അവിടെയാണ്. അപ്പം നമ്മൾ നടന്നു തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അവിടെ നമ്മൾ ചെന്നപ്പോൾ നമ്മൾ ഇയാളെ എടുക്കുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത മഴയ്ക്ക് മുമ്പ് ഇയാളെ താഴെ എത്തിക്കണം. നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, തോളത്തെടുക്കും, പിന്നെ 2 മിനിറ്റ് നടക്കും, നമ്മൾ തിരിച്ചു വെക്കും. പക്ഷെ അവിടെ ദൈവം നമ്മൾ നടത്തിയെന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സംഗതി അവിടെയാണ്. നമ്മൾ ആ 8 കിലോമീറ്റർ അങ്ങോട്ടും 8 കിലോമീറ്റർ ഇങ്ങോട്ടും എത്ര വേഗത്തിലാണ് നമ്മൾ എത്തിയതെന്ന് ഇപ്പം നമ്മൾ ഇന്ന് നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കില്ല. ഇന്ന് നമ്മൾ നടക്കാൻ പറഞ്ഞാൽ നമ്മൾ തന്നെ പോലും ആ സ്ഥലത്തേക്ക് പോവുകയില്ല. പക്ഷെ അത് ശരിക്കും ഒരു അനുഭവമാണ് കേട്ടോ. നമ്മളത് ആ ആളെ എടുത്തിട്ടില്ലെങ്കിൽ ആ ആൾ അവിടെ കിടന്ന് മരിക്കുക മാത്രമേ. അതെ, അല്ലെങ്കിൽ അത്രമാത്രം മോശ സാഹചര്യത്തിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ജീവസാറൊക്കെ അത്യാവശ്യം കുറെ കാലത്തിന് ശേഷം നന്നായി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാവിലെ 10:30 മണിക്ക് നമ്മൾ അങ്ങോട്ട് പോയി 4:30, 4:45 സമയത്തേക്ക് നമ്മൾ ഈ ആളെ റിസീവ് ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റി. നമ്മൾ അത് ഒരിക്കലും ഇന്ന് നടക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം നമ്മൾ നടക്കത്തില്ലായിരിക്കും. മാത്രമല്ല എനിക്ക് തോന്നുന്ന
എടുത്ത് നടന്ന നമ്മളെക്കാളും ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കി ടീമുകൾ ശരിക്കും അതെ പുറകെ അതെ ആറ് മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണമില്ല, വെള്ളമില്ല. പക്ഷേ അത് ആ 6 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ സാർ മനസ്സിലാക്കേണ്ടത് ആ ഒരു കുടുംബം 4 ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റുകാർ അപ്പുറത്തുനിന്ന് രക്ഷിച്ചെടുത്ത 3 കുട്ടികൾ 7 വിലപ്പെട്ട ജീവനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്കെന്നും ജീവിതത്തിൽ നമുക്ക് എന്നും ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതികളാണല്ലോ. ഒരു നന്ദി വാക്ക്, താങ്ക് യു വളരെ ചെറിയൊരു വാക്കായി മാറും. ജിബിൻ, നിസാമുദ്ദീൻ, നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ക്ലിനിക്കലി ട്രെയിൻഡ് അല്ലാതിരുന്ന നിങ്ങൾ, ഒരു ക്ലിനിക്കൽ ടീമിന് വഴിയൊരുക്കാൻ വന്ന നിങ്ങൾ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെ ഭാഗത്തുനിന്നും നമുക്ക് 2 പേർക്കും താങ്ക് യു വെരി മച്ച്. അതല്ല സാറേ, ഞങ്ങളാണ് പറയേണ്ടത്. കാര്യം ഒരു ക്ലിനിക്കൽ സൈഡ് അല്ലാഞ്ഞിട്ട് കൂടി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് നമുക്കൊരു അവസരം തന്നിട്ടുണ്ട്. മെഡിക്കൽ ടീമിന്റെ കൂടെ ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ മനസ്സ് കാണിച്ച മാനേജ്മെന്റിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് ശരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക്സ് സാർ. താങ്ക് യു.